സർവീസ് ടെക്സവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ECHS ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഒരു എക്സ് സർവീസ്മാൻ റിട്ടയർഡായി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റിൽ ഒന്നാണ് ECHS ബെനിഫിറ്റ്, അതായത് മെഡിക്കൽ ബെനിഫിറ്റ്. സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനായാലും അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻറ്റിനായാലും അതിനോട് ആർമഡ് ഫോഴ്സിൻ്റെ, അതായത് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡയറക്റ്റ് എടുക്കാവുന്നതാണ്. എന്നാൽ അദ്ദേഹം റിട്ടയർഡായതിന് വന്നതിന് ശേഷം ഈ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ആർമി, നേവി, എയർഫോഴ്സിൻ്റെ ആർമഡ് ഫോഴ്സിൻ്റെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ എടുക്കാൻ സാധിക്കുകയില്ല. അതിന് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ECHSൽ രജിസ്ട്രേഷൻ ചെയ്ത് ECHS കാർഡ് കൈപ്പറ്റുക എന്നുള്ളതാണ്. എക്സ് സർവീസ്മാനും അദ്ദേഹത്തിൻ്റെ വൈഫിനും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാദർ, മദർ, കുട്ടികൾ എന്നിവർക്കാണ് ECHS ബെനിഫിറ്റ് ലഭിക്കുന്നത്. ആൺകുട്ടികൾക്കാണെങ്കിൽ 25 വയസ്സ് വരെയും, അത് ഡിസബിലിറ്റി പ്രോബ്ലം വല്ല കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസും അത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് അവർ മാരീഡ് ആകുന്നിടം വരെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫാദർ, മദർ, ഈ ഡിസബിലിറ്റി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് മാസത്തിൽ 9,000 രൂപയ്ക്ക് മുകളിലാണ് വരുമാനമെങ്കിൽ അവർക്ക് ഈ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കത്തില്ല. പെൻഷൻ ആയതിനു ശേഷം മാത്രമേ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമിൻ്റെ, അതായത് ECHSൻ്റെ ഈ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. ECHSുമായിട്ട് എംപാനൽഡ് ചെയ്തിട്ടുള്ള സിവിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സിൻ്റെ, ആർമി, നേവി, എയർഫോഴ്സിൻ്റെ ഹോസ്പിറ്റലുകളിലെ ECHS ക്ലിനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സർജറിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ECHSൻ്റെ കാർഡ് വഴി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. പെൻഷൻ ആയതിനു ശേഷമോ ഇല്ലെങ്കിൽ പെൻഷൻ ആകുന്ന ആ മാസത്തിൽ തന്നെയോ നമുക്ക് ECHSൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ലോഗിൻ ചെയ്ത് നമ്മൾ ECHS കാർഡിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. നമുക്ക് തന്നെ ഇത് ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ആരുടെയൊക്കെയാണോ നിങ്ങൾ ഡിപ്പെൻഡ് കാർഡ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഫോട്ടോയും, പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, അതുപോലെ അവരുടെ ആധാർ ഡീറ്റെയിലും, പാൻ കാർഡ് ഡീറ്റെയിൽ, മൊബൈൽ നമ്പർ തുടങ്ങിയവ വേണം. മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ഇൻഡിവിജ്വലിൻ്റെ തന്നെ ഒരാളിൻ്റെ തന്നെ വെച്ചാലും മതിയാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയറാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് പ്രൊസീജിയറുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എല്ലാമായിട്ട് ഏത് ECHS ആണോ നിങ്ങൾ നിയറസ്റ്റ് ഉള്ളത്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ വെച്ചിട്ടുള്ളത്, ആ ECHS കൊണ്ടുപോയി ഈ പ്രിൻ്റ് ഔട്ട് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഒരു ഏകദേശം 1 മന്തിനടുത്ത് തന്നെ നമുക്ക് റീജിയണൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് മെസ്സേജോ അല്ലെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ ടെലിഫോണിക്കൽ വഴിയോ നമുക്ക് മെസ്സേജ് കിട്ടുന്നതാണ്. നമ്മുടെ കാർഡ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ECHS സെൻറ്ററിൽ പോയി, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ECHSൽ പോയി അത് കൈപ്പറ്റാനുള്ള. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ കൊണ്ടുപോണ്ടി വരുന്നു ഓരോരുത്തരുടെയും. അതായത് നമുക്കവിടുന്ന് ഒരു ബുക്ക് ഇഷ്യൂ ആകുന്നതാണ്. ആ ബുക്കിനകത്ത് ഒട്ടിക്കാൻ വേണ്ടിയായിരിക്കും ഈ ഫോട്ടോ കൊണ്ടുചെല്ലേണ്ടത്. എങ്ങനെയാണ് ECHSൻ്റെ വെബ്സൈറ്റിൽ കയറി യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഗൂഗിളിൽ ECHS ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്തു. ടോപ്പിൽ തന്നെ ECHS ഓൺലൈൻ 64 KB സ്മാർട്ട് കാർഡ് ആപ്ലിക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ECHSൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ടു ബെനിഫിഷ്യറീസ്, അത് ഓക്കെ കൊടുത്ത് വിടുക. റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൾറെഡി രജിസ്റ്റേർഡ്, ക്ലിക്ക് ലോഗിൻ. നമ്മൾ രജിസ്റ്റേർഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ലോഗിൻ ടൈപ്പ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഫോം ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സെലക്ട് കാറ്റഗറി എക്സ് സർവീസ്മാൻ പെൻഷൻ അത് തന്നെയാണ്. അതിനുശേഷം എക്സ് സർവീസ്മാൻ നെയിം വിത്തൗട്ട് റാങ്ക് ആൻഡ് ഡെസിഗ്നേഷൻ ആസ് പെർ സർവീസ് റെക്കോർഡ്. സർവീസ് റെക്കോർഡിൽ ഏത് പേരാണോ നമ്മുടെ ഉള്ളത് ആ സെയിം നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് കാറ്റഗറി ആർമി, നേവി, എയർഫോഴ്സ്, TA, DSC, SFF, ICG, ആസാം റൈഫിൾസ്, NCC കേഡറ്റ്, ഇതിലേതാണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിഫിക്സ്, സർവീസ് നമ്പർ, സഫിക്സ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. IC ഓഫീസർ റാങ്കിലുള്ളവർക്കാണെങ്കിൽ IC, JC റാങ്കിൽ JC അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം അവരുടെ സർവീസ് നമ്പർ ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് വരുന്ന ലെറ്റർ സഫിക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കൺട്രി, ഓക്കെ, ഇന്ത്യ. അതിനുശേഷം നിങ്ങൾ റെക്കോർഡിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഫോർ പാസ്വേഡ് റെക്കോർഡ്, ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അതിന് അത്യാവശ്യമായിരിക്കും, അത് അറിഞ്ഞിരിക്കണം. നിങ്ങളിവിടെ വാട്ട് ഈസ് യുവർ മദർ നെയിം, അത് നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത്, സ്മോൾ ലെറ്ററിലാണോ ക്യാപിറ്റൽ ലെറ്ററാണോ, അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു
ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, മറക്കരുത്. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ പ്ലേസ് ഓഫ് ബർത്ത്, അത് നിങ്ങൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അത് ഓർത്തിരിക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ക്ലിക്ക് ലോഗിൻ ടൈപ്പ് ചെയ്ത് ഈ യൂസർ നെയിമും പാസ്വേഡ് വെച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലോ അല്ലെ ഫ്രണ്ട്ഷിപ്പിലോ ഉള്ള സർവീസ്മാനോ എക്സ് സർവീസ്മാനോ ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. ഞാനിടുന്ന ജോബുപരമായിട്ടുള്ള ഓരോ വീഡിയോയും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും നിങ്ങൾക്കൊരു ആപ്ലിക്കേഷനൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.